എനിക്ക് പാടാനൊരു പാട്ടിനുണ്ടൊരു പെണ്ണ്, എനിക്ക് കൂട്ടാനൊരു കൂട്ടിനുണ്ടൊരു പെണ്ണ്. നല്ല ശബ്ദം, നല്ല ശബ്ദം. എന്നോട് പറഞ്ഞു സാനിയും പെരേരെ ഒരുമിച്ച് ഞാൻ എക്സാം എഴുതിയത്. അങ്ങനെയല്ല, കമന്റ്സ് ഇപ്പൊ കാണുമ്പോ ബാഡ് വരുമല്ലോ, ബാഡ് കമന്റ് വരും. ഞാനിപ്പോ വായിക്കണ്ട, എനിക്ക് വായിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ വായിക്കുന്നില്ല. ലാസ്റ്റ് ഇപ്പൊ ആരെങ്കിലും തിയേറ്ററിലോ എവിടെയെങ്കിലും കണ്ടിട്ട് ഇപ്പൊ ക്രഷ് അടിച്ചതൊക്കെയാണ്. ഹണി റോസ്. ഹണി റോസ് നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കണം. അപ്പൊ അത്രയും സുന്ദരിയാണോ? സുന്ദരിയാണോ അത്രയും? ആ ഹായ്, ഞാൻ അശ്വതി. ഫെയിം സ്റ്റെപ്പിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ആയിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ എടുത്താൽ ഇപ്പം ആ പുള്ളി മാത്രമേ ഉള്ളൂ. ഏത് തിയേറ്ററിൽ പോയാലും കാണും. തിയേറ്ററിൽ പോയ ക്യാമറമാൻസ് ഒക്കെ ആദ്യം ഓടുന്ന ആ പുള്ളിയെടുത്തായിരിക്കും. ഇപ്പം തന്നെ മനസ്സിലാക്കാനും വേറെ ആരുമില്ല, അലിൻ ജോസ് പെരേര. ഹായ്. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടും. ഇന്ന് ഫ്രൈഡേ അല്ലേ? ഏത് മൂവിയാണ് കണ്ടത് ഇപ്പോൾ? ഇന്ന് എൻ്റെ പപ്പ അഭിനയിച്ച പഞ്ചായത്ത് കെട്ടി. പപ്പ മൂവിയിലുണ്ട്. മൂവിലുണ്ട്, ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ്, ഫേസ് കാണിച്ചു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? നല്ലൊരു പൊളിറ്റിക്കൽ കറക്റ്റൻസ് ഉള്ള സിനിമയാണ്. റിവ്യൂ ഒക്കെ ഒന്ന് ചോദിച്ചോ? റിവ്യൂ അന്ന് ആ സ്പോട്ടിൽ റിവ്യൂ ഉണ്ടായില്ല, കാരണം കുറച്ച് തിരക്കുണ്ടാവും. ഞാൻ വനിതയെ പോയ റിവ്യൂ പറഞ്ഞു. പത്മനാഭൻ കണ്ടത്, വനിതയെ പോയ റിവ്യൂ പറഞ്ഞു. അവിടെ മീഡിയക്കാരുണ്ടാവും. ഭയങ്കര തിരക്കുള്ള പുള്ളി. രാവിലെ തൊട്ട് ഞാൻ വിളിക്കുക, ഫ്രീ ആണോ? അപ്പോഴേ ഞാൻ തോന്നി ഫ്രൈഡേ ഇല്ലേ, മൂവി തിയേറ്ററിൽ വല്ലതും കാണുമെന്ന് തോന്നി. പിന്നെ ഇപ്പഴാണ് ആള് ഫ്രീ ആയത്. ഫ്രണ്ട്സായിട്ട് വർത്തമാനം പറഞ്ഞപ്പോഴാണ്, പെട്ടെന്ന് വിളിച്ചപ്പോഴാണ് മൈൻഡ് ഓക്കെ ആയിരുന്നു. എപ്പോഴും ഡിപ്രഷൻ ഉണ്ടാവും ചില സമയത്ത്. ഇപ്പൊ ഏത് തിയേറ്ററിൽ പോയി ആൾക്കാർ ക്യാമറ കൊണ്ട് വരുമല്ലേ? അല്ല, നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ് റിവ്യൂ വരണ്ട. അപ്പൊ നമ്മൾ ചോദിക്കും, അപ്പോൾ എടുക്കും. ചില സമയത്ത് ഇങ്ങോട്ട് വരും, അങ്ങനെ മാറി മാറി. സെൽഫി ഒക്കെ എടുക്കാനൊക്കെ വരും ആൾക്കാര്. സെൽഫി ആർട്ടിസ്റ്റുകളൊക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് കെട്ടില് നമ്മുടെ നിയാസ്കട മകനായിട്ട് അഭിനയിച്ച ഒരു വ്യക്തി ഒന്ന് എടുത്തായിരുന്നു സെൽഫി. അങ്ങനെയല്ല, ഇപ്പൊ ഫാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാ പറഞ്ഞ പുള്ളി ഫാനാണല്ലോ. അല്ല, ആർട്ടിസ്റ്റ് അല്ല ഞാൻ, അല്ലാതെ ഇപ്പം മൂവി കാണാൻ വരുന്നവർ, അല്ലെങ്കിൽ ഇപ്പൊ ലുലു മാളിൽ പോയി എടുക്കാറുണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ, ഹൗ യു ഫീൽ? എങ്ങനെ? ഭയങ്കര സന്തോഷം. പേര് വിളിക്കാറുണ്ട്, അലിൻ ജോസ് പെരേര എന്ന് പറയുമ്പോ. ഫുൾ നെയിം അതാണോ? റിയൽ നെയിം ആണോ പെരേര എന്ന് പറയുന്നത്? അലിൻ എന്ന് പറഞ്ഞാൽ റിയൽ നെയിം. പിന്നെ പെരേര ഫാദർ നെയിം, ജോസ് അങ്കിൾ. അങ്ങനെ അങ്കിളോ? അങ്കിളിന്റെ പേര് വിളിക്കാം. ഫാമിലി എല്ലാവരുടെ പേരും ഉണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോ ഇങ്ങനെ ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടോ ഇങ്ങനെ വരുമ്പോ? അത്യാവശ്യം. എന്ത് തോന്നും? ഭയങ്കര ഒരു പ്രൈവസി പോകും ചില സമയത്ത്. പ്രൈവസി തിയേറ്ററിലല്ലേ പോകുന്നേ? അല്ലല്ലോ, തിയേറ്ററിൽ എത്ര ഫാൻസ് കാണിക്കാറില്ല. ആർട്ടിസ്റ്റുകാർ മാത്രമേ ചില സമയത്ത് എന്നെ കാണുമ്പോ ഒരു മറ്റേ അപരപരമുള്ള കണ്ടപ്പോ ഒന്ന് പെട്ടെന്ന് കണ്ടപ്പോ ഒരു എക്സ്പ്രഷൻ ഇട്ടായിരുന്നു. അപ്പൊ ആൾക്ക് പ്രൈവസി നഷ്ടമാണെന്നാണ് പറയുന്നത്. എവിടെ പോയാലും ആൾക്കാരെ കൂടെ അതിപ്പോ ഭയങ്കര കാര്യമില്ല. നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാർ അറിയുക, നമ്മളടുത്ത് ഓടി വരിക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? ഇപ്പൊ ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരാറുണ്ടല്ലോ, അതുപോലെ നേരിട്ട് വന്ന് ഇങ്ങനെ കമന്റ്സിൽ എന്തിനാണ് ഇങ്ങനെ എന്തോ തെറി വിളിക്കാറുണ്ടോ? അയ്യോ, അപ്പൊ എന്ത് പറയും? മറ്റേ സ്കൂട്ടറിൽ, ഞാൻ സ്കൂട്ടർ ഓടിക്കാറുണ്ട്. അപ്പൊ ആ സ്കൂട്ടറിൽ പുറകെ തിരിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് പറഞ്ഞ സ്ത്രീകളുണ്ട്. തെറി വിളിക്കും, അപ്പൊ ഒന്നും പറയത്തില്ല. എന്താ? ആളൊരു പാവം കേട്ടോ. നമ്മളിപ്പോ ഞാനൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഇത് എന്തു ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ആള് നേരിട്ട് ഭയങ്കര പാവം. വന്നപ്പോ തന്നെ ഭയങ്കര എന്റെ സംസാരിക്കാനേ, പെണ്ണുങ്ങളോട് ഞാൻ വലിയ സംസാരിക്കത്തില്ല എന്ന്. അപ്പൊ ഞാൻ ഓക്കെ ഫൈൻ ഓക്കെ. ആള് ഭയങ്കര പാവമാണ്. പിന്നെ ആൾക്ക് ഫീൽ ആവുന്നുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ. നിങ്ങൾ അതും മനസ്സിലാക്കണം അല്ലേ? പക്ഷെ ഒന്നും തിരിച്ച് പറയത്തില്ല. അതെന്താ പറയാൻ തോന്നത്തില്ല? അവർ തെറി പറയുമ്പോ അങ്ങനെ കേട്ടോണ്ടിരിക്കുവോ? അത്യാവശ്യം കണ്ടിരിക്കും, പറയാൻ പറ്റുന്നതാണെങ്കിൽ തിരിച്ചു പറയും. ഒരു ദേഷ്യപ്പെടുമല്ലോ അങ്ങനത്തെ. അതുപോലെ ചില സമയത്ത് ആരും എന്ത് വേണം പറഞ്ഞോട്ട് അങ്ങനെ പോലീസ് കേസൊക്കെ ഉണ്ടാക്കിയല്ലോ. പെണ്ണ് എന്തും പറഞ്ഞാലും ഇപ്പൊ വിശ്വസിക്കൂല്ലോ. ഇപ്പൊ ഒരു കേസ് വന്ന് വരാണ്ട് പോയല്ലോ. എന്ത് കേസാ? ഒരു ഗേളുമായിട്ട് എന്തോ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പ് ആണോ? എനിക്ക് അറിയത്തില്ല. ഞാനൊക്കെ റീൽസ് കാണാറുണ്ട് നിങ്ങൾ ഡാൻസ് കളിക്കുന്നേക്ക്. അത് റിലേഷൻ ഒന്നുമില്ല. ഒരു 10-25 റീൽ ചെയ്യാൻ ഇപ്പൊ ഫിലിം ആർട്ടിസ്റ്റ് സിനിമയിലെ വീഡിയോ സോങ് ചിത്രീകരിക്കാൻ പോലെ അതുപോലെ ഒരു ചിത്രീകരിച്ച് ചെയ്തു. അത് വൈറലാക്കാൻ വേണ്ടി ആൾക്കാരിലേക്ക് നമുക്കും അതേപോലെ ഡാൻസ് കളിക്കാൻ പറ്റും എന്ന രീതിക്ക് കളിക്കാനാണ് ചെയ്തത്. അല്ലാണ്ട് നമുക്ക് ആരോട് മത്സരിക്കാനൊന്നും അല്ല. പുള്ളിക്കാരി ഇപ്പൊ കോണ്ടാക്ട് ഇല്ല. ഞാനിപ്പോ വേറെ ആർട്ടിസ്റ്റുകൾ വെച്ചാണ് ചെയ്യണത് ഇപ്പൊ. അപ്പൊ പുള്ളിക്കാരി പക്ഷെ കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ ചതിച്ചു, ചീറ്റ് ചെയ്തു, അങ്ങനെ ഇങ്ങനെ. അവർക്ക് എന്താ പറയാ, വേറെ ആർട്ടിസ്റ്റുകൾക്കൊപ്പം ഞാൻ ഡാൻസ് കളിച്ചായിരുന്നു. അവർ കഴിഞ്ഞിട്ട് ഏതോ ഷാനിബ എന്ന വ്യക്തികൾ കളിച്ചായിരുന്നു. അപ്പൊ കുറച്ച് ഇന്റിമസി ആയിട്ട് കളിച്ചപ്പോ അവര് പറഞ്ഞ് അങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് കല്യാണം കല്യാണം കഴിക്കണോന്നൊക്കെ പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്താണ്. കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു.
താല്പര്യമില്ലായിരുന്നു. എനിക്ക് താല്പര്യമില്ല. ഓക്കെ. പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെ എവിടെയും കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ റോങ് ആയിരുന്നു. എന്തെങ്കിലും ഭ്രമം കാണിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇംപ്രവൈസ് ചെയ്യുമല്ലോ ഇങ്ങനെ. ഭ്രമം ബ്രഹ്മൊന്നും പറഞ്ഞ അറിയത്തില്ല. അതെന്തുവാ? അതല്ല, ഓവറായിട്ട് എന്തെങ്കിലും മറ്റേ ഇത് കാണിക്കുക, ഇന്റിമസി കാണിക്കുക, ഇങ്ങോട്ട് കാണിക്കുക. അപ്പം അങ്ങനെ ആയി പോകും. അങ്ങനെ ആയിപ്പോ പ്രണയമല്ല, അങ്ങനെ ആയി പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്തിട്ടാൻ തന്നെ അത് പ്രണയമായിട്ട് അവൾക്ക് തോന്നിയൊക്കെ ഞങ്ങൾക്ക് തെറ്റ്. അപ്പൊ അത് പറഞ്ഞില്ലായിരുന്നു അത് പ്രണയമല്ലായിരുന്നു ഇങ്ങനെ? ഞാൻ പിന്നെ ചെറുതായിട്ട് പ്രണയം അഭിനയിച്ചായിരുന്നു. കാരണം ആ ഒരു ഷോർട്ട് ഫിലിം നടക്കാൻ വേണ്ടി അഭിനയിച്ചാണ്. അതാ അങ്ങനെ അഭിനയിച്ചാണ്. റിയൽ ലൈഫിൽ അഭിനയിച്ചത്. റിയൽ ലൈഫിൽ ഞാൻ പറ്റിച്ചിട്ടില്ല. അവളോട് പറഞ്ഞു പ്രണയമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർക്ക് സത്യം അറിയത്തില്ലല്ലോ. ഇപ്പൊ ആ പുള്ളിക്കാരി അങ്ങനെ പറയുമ്പോഴത്തേക്കോ ഇങ്ങനെയാണോ പെരേര ഇങ്ങനെയാണോ ആൾക്കാർ ഞാൻ ജീവിച്ചു എന്ന് വരെ പലരും പറയുന്നുണ്ട്. ലൈംഗികമായി ജീവിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. പുള്ളിക്കാരി അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, പുള്ളിക്കാരിയായിട്ട് അങ്ങനെ ജീവിച്ചു എന്ന് പറയുന്നുണ്ട് കമന്റ് ബോക്സില്. അങ്ങനെ ജീവിച്ചിട്ടില്ലല്ലോ. അങ്ങനൊന്നും നടന്നിട്ടില്ല. കിസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് നോർമലി ഉള്ള എന്നാണ് പറയുന്നത്. ഓക്കെ. പ്രണയമൊന്നും ഇല്ല ഇപ്പൊ ഇതുവരെയും? പ്രണയം ഇല്ലേ? ഉണ്ടായിട്ടുണ്ട്. മേഹ എസ് നായറായിട്ട് ഉണ്ടായിട്ടുണ്ട്. മേഹ എസ് നായർ ഇൻഷ്യല് വരെ എടുത്തു പറയുന്നു. എവിടെയെങ്കിലും വെച്ചിരുന്ന് കേൾക്കുമായിരിക്കും. കോണ്ടാക്ട് ഇല്ലേ? ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ആദ്യമായിട്ടുള്ള തേച്ചോ? സ്കൂൾ ടൈമിലായിരുന്നു. ഒരു 5-ാം 6-ലാ പഠിക്കും. എന്താ നാണമാണ് ഇങ്ങനെയൊക്കെ? എന്നെ കണ്ട നാണം വന്നോ? പെൺകുട്ടിയോടുള്ള പറയുന്നു. അതുകൊണ്ട് ഒരു ചെറിയൊരു പെൺകുട്ടിയോട് നാണോ? അപ്പൊ ആ കുട്ടി പെണ്ണല്ലായിരുന്നു. അവളോട് ഡാൻസ് കളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ വന്ന നേരം കൊണ്ട് എന്റെ അടുത്ത് ഭയങ്കര ഒരു ചേച്ചിയായിട്ടൊരു ഇതായിരുന്നു, ചേച്ചി കളിച്ചതായിരുന്നു. പിന്നെ പേര് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാന് കൊച്ചുകുട്ടിയാന്ന് ഞാൻ പറഞ്ഞു. ഏജ് എത്രയായിരുന്നു? 20? ഏജ് 23 ഉള്ളു. പക്ഷെ ഞാൻ എന്നിട്ട് 21 പറഞ്ഞ പോലും ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ അല്ലേതല്ല വന്ന നേരം തൊട്ട് ആള് ഭയങ്കര ഷൈ. എന്നെ കാണാൻ ഇങ്ങനെ ഒളിച്ച് ഇങ്ങനെയൊക്കെ നിക്കുന്നു. ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചേ. അയ്യോ, ഞാൻ വെച്ചാൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. സോഷ്യൽ മീഡിയ കാണുന്ന പോലെ അല്ല ആള്. ഭയങ്കര അതാ നമ്മള് സോഷ്യൽ മീഡിയ വെച്ച് ജഡ്ജ് ചെയ്യരുതെന്ന്. അത് ഒരു പ്ലാറ്റ്ഫോം. ആളുടെ റിയൽ ക്യാരക്ടർ വേറെ. ഭയങ്കര ഷൈയാ. അതിന്റെ ഇപ്പൊ തന്നെ സംസാരിക്കുന്നതിന് ഇങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്. എന്താ നാണാണോ എന്താ സംഭവം? ഇഷ്ടപ്പെടാത്തയാണോ? എനിക്ക് അറിഞ്ഞോളൂ. എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തോണ്ടല്ല. ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കഴിഞ്ഞല്ലേ. ഇന്റർവ്യൂസ് ആയോണ്ടാണ്. അല്ല, നോർമലി കുറച്ചൊക്കെ സംസാരിക്കാൻ നോക്കിയപ്പോൾ ആള് ഭയങ്കര ഷൈ ടൈപ്പ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞു. അപ്പോ ഇപ്പൊ കുറച്ച് ഫാൻ ബേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നു, ഫോട്ടോ എടുക്കുന്നു, അല്ലാതെ ആൾക്കാരെ തെറി വിളിക്കുന്നു. അങ്ങനെ 2 സൈഡുണ്ട്. അപ്പൊ ഈ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വന്ന് ക്രഷ് എന്നോ പ്രപ്പോസ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പ്രപ്പോസ് ചെയ്യാനല്ല, പൈസ തരാറുണ്ടോ? ഓ, ചിരി നോക്ക്. പൈസ ഏത് പെൺകുട്ടികളാ? എനിക്കറിയാം. ബർത്ത്ഡേ വിഷിന് മാത്രമാണ് പൈസ തന്നെ. എത്ര രൂപ കിട്ടി ബർത്ത്ഡേക്ക്? 1000 രൂപ. 22 സെക്കൻഡ്. 22 സെക്കൻഡ് 1000 രൂപ. എന്തോന്ന് 22 സെക്കൻഡ്? 22 സെക്കൻഡ് ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോ. ഓ, അങ്ങനെ. ഇങ്ങനെ പറയരുത്. 22 സെക്കൻഡ് 1000 എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വേറെ തോട്ട് ചെയ്യത്തുള്ളൂ. മോശമായിട്ടുള്ള വീഡിയോസ് അല്ല. ബർത്ത്ഡേ വിഷ് അങ്ങനെ ഒരാളെ. അപ്പം ടോട്ടൽ എത്ര കിട്ടി? ടോട്ടൽ അങ്ങനെ ഒരു 25K 1 ഇയർ കൊണ്ട്. എന്റെ മോനെ. ഓക്കെ. അപ്പൊ അങ്ങനെ ക്യാഷ് ഒക്കെ ഗേൾസ് തരാറുണ്ട്. എവിടുന്ന? കൊച്ചി തന്നെ ഉള്ള ഗേൾസ് ആണോ? ഗേൾസ് മാത്രമല്ല, ഒരു ബ്ലോഗ്. ഇപ്പൊ കമന്റ് ബോക്സിൽ അതൊക്കെ ഏത് ഗേൾസ് ആണ്? നമ്മളും കുറച്ച് ആൾക്കാർ ജോലിയും കൂലിയും അതൊക്കെ നടക്കുന്നുണ്ട്. പെരേരക്ക് ഇങ്ങനെ പൈസ കൊടുക്കേണ്ട ഗേൾസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പാവപ്പെട്ട ആൾക്കാർ കൂടെ കൊടുക്കണം. ഒരുപാട് ഗേൾസ് ഉണ്ട്. പേര് പറയണ്ട. ഓക്കെ, കുഴപ്പമില്ല. പൈസ കൊടുക്കുന്ന ഗേൾസ് ഒക്കെ ഉണ്ട് അങ്ങോട്ട് പോയി. അപ്പൊ പെരേര അത് മേടിച്ചിട്ട് ഓക്കെ താങ്ക് യു എന്ന് പറയോ? ഫുഡ് അടിക്കുക, ഫ്രണ്ട്സിന്റെ കൂടെ പോവാ, കറങ്ങാൻ പോവാ. ഓക്കെ. എന്താ ലൈഫ് ഇല്ലേ? ഒരു പടത്തിന്റെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ. അവൻ അഭയകുമാർ എന്ന മൂവിയുടെ സോങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്റെ ചാനലിൽ. അപ്പൊ അങ്ങനെ ഒരു 500 രൂപ ഡെയിലി മേടിക്കുക. ഓക്കെ, ലൈഫൊക്കെ അപ്പൊ അങ്ങനെ അങ്ങ് പോവാണ്. ഓക്കെ. അച്ഛൻ എന്താ ചെയ്യുന്നത് ഇപ്പൊ? അച്ഛൻ ഗൾഫിലാണ്. ഓ, റിച്ച് ആണ്. അപ്പൊ അച്ഛനപ്പോ പോക്കറ്റ് മണി ഒക്കെ എങ്ങനെ തരാറുണ്ടോ? കിട്ടുന്നുണ്ട്. സ്വന്തം എങ്ങനെ കിട്ടുന്നു? ഗേൾസ് കൊടുക്കുന്നു. ഫാൻ ഗേൾസ് കൊടുക്കുന്നുണ്ട് എമൗണ്ട്, പൈസയൊക്കെ. ഓ, പിന്നെ വലിയ. ഓക്കെ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത് ഫാൻ ഗേൾസ് ഇങ്ങനെ പൈസ കൊടുക്കുന്നൊക്കെ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ. ബോയ്സും തരാറുണ്ട്. ഗേൾസ് മാത്രമല്ല കേട്ടോ, ബോയ്സും കൊടുക്കാറുണ്ട്. പക്ഷെ കൂടുതലും ഗേൾസ് തരുന്നില്ലേ. വിഷ് ചെയ്യണമെങ്കിൽ പൈസ തരണം, അല്ലെങ്കിൽ ചെയ്യില്ല. അങ്ങനെ. അപ്പൊ ഡേറ്റിങ്ങിനൊക്കെ പോവാറുണ്ടോ ഗേൾസ് ആയിട്ട്?
ഗേളുമായിട്ട് ഡേറ്റിങ്ങിന് എന്തെങ്കിലും പോകാറുണ്ടോ? ഇത് നാണവാ. ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോ എന്തോ കേട്ടിട്ടില്ല, എന്തോന്നൊക്കെ ചോദിക്കുന്നത്. ഡേറ്റിംഗ് എന്തോന്നാ ചോദിക്കുന്നത്? കറങ്ങാനൊക്കെ ചിഞ്ചു അങ്ങനെ കുറെ പേരൊക്കെ കറങ്ങാനായിട്ട് ചിഞ്ചു, മഞ്ജു, രഞ്ജു, കറങ്ങൽ മാത്രം. ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ എന്തോ കറങ്ങാനൊക്കെ പോകുമ്പോ ആൾക്കാർ നോക്കത്തില്ലേ? സംസാരിക്കാൻ വരത്തില്ലായിരുന്നോ ഗേൾസായിട്ട് പുറത്ത് പോകുമ്പോ? അങ്ങനെ പറയാറൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ചുറ്റും നോക്കാറുണ്ട്, ഇങ്ങനെ മുഖത്തേക്ക് നോക്കി പോവാറുണ്ട്, കളിയാക്കിയിട്ട് പോവാറുണ്ട്. കളിയാക്കും, അത് ഭയങ്കര ഫീൽ ആവുമല്ലേ കളിയാക്കുമ്പോഴത്തേക്കും? ലൈറ്റ് ആയിട്ടുള്ള ചിരിക്കുമ്പോ കുഴപ്പമില്ല. പക്ഷെ മൊത്തം ചിരിച്ചിട്ട് പോവാന്നുള്ളത് ശരിയായിട്ടില്ല. എപ്പോഴും എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? എപ്പോഴും എങ്ങനെ സങ്കടപ്പെട്ടുണ്ടോ ഇങ്ങനെ ആൾക്കാർ കളിയാക്കുന്നു? നമ്മളെ ചെയ്തു വെച്ച സാധനങ്ങൾ ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവുന്നില്ല. ഒരു സിനിമയാണെങ്കിലും അത് ചിലർക്ക് വർക്കാവില്ല, ചിലർക്ക് വർക്കാവും. അത് ഐ തിങ്ക് എന്തോ റീൽസ് ഒക്കെ അല്ല, നമ്മൾ ചിലപ്പോ ഇങ്ങനെ ഡാൻസ് ഒന്നിനും കളിക്കത്തില്ലേ, മേ ബി അതായിരിക്കും അവർക്ക്. ഡാൻസ് ഈ അടുത്തല്ലേ തുടങ്ങിയത്, എപ്പോഴും തുടർന്നുമില്ലല്ലോ. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കോമാളിയായിട്ടൊക്കെ എന്തിനാ നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കമന്റ് ബോക്സിൽ വരുന്ന കാര്യമാണ് ഞാനായിട്ട് പറയുന്നില്ല, എന്നെ ആരും ഒന്നും പറയില്ലേ, കമന്റ് ബോക്സിൽ വരുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കോമാളിയാകുന്നത് നമ്മളെ ആ ഒരു പബ്ലിക് പ്ലേസിൽ ഇപ്പൊ ചെയ്യാറില്ല, തിയേറ്ററിൽ വെച്ച് ഞാൻ കളിക്കാറില്ല. ഇപ്പൊ ഞാൻ പൊതുവെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കാടോ മരങ്ങളുള്ള സ്ഥലത്ത് പോയിട്ട് നീറ്റായിട്ട് 2-3 സ്റ്റെപ്പ് അടിക്കാറുള്ളൂ. അല്ലാണ്ട് അതും ചേച്ചി നിങ്ങളെ പോലത്തെ കുട്ടിയെ പോലത്തെ പെൺകുട്ടികളായിട്ട് കളി ചെയ്യാറുള്ളത്. ഇപ്പൊ അത്യാവശ്യം ഡാൻസ് കളിക്കാറുള്ളത്. എന്നെ പോലെ തന്നെ സുന്ദരി കുട്ടികളോടെയാണ് ഡാൻസ് കളിക്കുന്നത്. സുന്ദരിയാണ് നീ പറയൂ, സുന്ദരിയാണ്. സാനി ചെയ്യുമ്പോ മാത്രമേ സുന്ദരിയാണ്, സാനി ചെയ്യുമ്പോ സുന്ദരിയെന്നൊക്കെ പോട്ട് വേണ്ട, മൈൻഡ് ആക്കുന്നില്ലെന്ന്. സങ്കടമാണ് സാനി ചെയ്യുമ്പോ മൈൻഡ്. മനോരമ ന്യൂസിന്റെ പേജ്, ഫേസ്ബുക്ക് പേജിൽ വരെ വന്ന വാർത്ത. ആണോ? വിഷമമാണോ? വിഷമമാണോ അത്? അത്ര നാട്ടിയല്ലേ, പാരിച്ചല്ലോ അത്. പക്ഷെ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ പുള്ളിക്കാരി എന്തോ ഡാൻസ് കളിച്ചിട്ട് നിർത്തി. അപ്പൊ നിർത്തി, സാനി ചെയ്യുമ്പോ പറഞ്ഞപ്പോ നിർത്തിയോ ഡാൻസ്? അത് ആ സമയത്ത് കുറച്ച് നിർത്തി, പിന്നെ തുള്ളി, പിന്നെ അങ്ങ് തുള്ളി. മീഡിയക്കാര് കുറച്ചുകൂടി ഓവറായിട്ട് വന്നപ്പോ. എന്തോ പഠിച്ച BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചോണ്ടിരിക്കുന്നത്, കഴിഞ്ഞിട്ടില്ല. പഠിച്ചോണ്ടിരിക്കുവാ? ഇത് എപ്പോഴും സമയം പഠിച്ചോണ്ടിരിക്കുമ്പോ? കോളേജൊക്കെ എവിടെയാ? അത് ഡിസ്റ്റന്റ് ആയിട്ടാ ചെയ്യണം. ഡിസ്റ്റന്റ് ആയിട്ടാ? ലക്ഷങ്ങൾ മുടക്കിയാണ് ഡിസ്റ്റന്റ് ആയിട്ട്. ഞാൻ ഡിസ്റ്റന്റ് ഒക്കെ പഠിച്ചാൽ ലക്ഷങ്ങളൊന്നും ആയൊന്നുമില്ല. ഇഗ്നോയിലൊക്കെ ഞാൻ പഠിക്കുന്നത് ലക്ഷങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. നമ്മുടെ കുറച്ചുകൂടി മറ്റേ എക്സ്പെൻസ് ഉള്ളതാ. നീ എന്തോ ഈ പറഞ്ഞു വരുന്നത്? അപ്പൊ ഞാൻ എന്തോ പഠിക്കുന്നത്? ലക്ഷങ്ങൾ മുടക്കി ഡിസ്റ്റന്റ് കോഴ്സ് പഠിക്കുന്നു. ഞാൻ ഓൺലൈൻ തന്നെയാണ് നോക്കിയത്, പക്ഷെ അത്രയും ലക്ഷങ്ങളൊന്നും ആയില്ല. നോർമലി കോളേജിൽ എക്സാം എഴുതാതെ പിന്നെയും പൈസ എക്സ്പെൻസ് ആണ്. എക്സാം ഒരിക്കലും കറക്റ്റ് സമയത്ത് ഏതാ എക്സ്പെൻസ് ആവില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എക്സ്പെൻസ് ആവുന്നത്. കറക്റ്റ് സമയത്ത് എക്സാം പോയി എഴുതിയ എക്സ്പെൻസ്. പഠിക്കാറുണ്ടോ വീട്ടിൽ ഇരുന്ന്? ചില സമയത്ത്. എന്തു ചിരിക്കുന്നേ? പഠിക്കാറുണ്ട് ചില സമയത്ത്. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ ചിരിക്കാൻ. ഓക്കെ, അല്ല സീരിയസ് ആവണ്ടോ? അപ്പോ പഠിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ എപ്പോഴും ടൈം കിട്ടോ പുറത്തൊക്കെ പോയിട്ടൊക്കെ വന്നിരുന്നു പിന്നെ പഠിക്കാനൊക്കെ? അത് മറ്റേ ടൈം പീരീഡിലല്ലേ ചെയ്യാറുള്ളൂ. അങ്ങനെ എക്സാമിന് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പൊക്കെ നോക്കാറുണ്ട്. ക്ലാസ്മേറ്റ് ഒക്കെ വിളിക്കാറുണ്ടോ? ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയില്ല, അത് ഡിസ്റ്റന്റ് ആയിട്ട് 1-2 പേരുള്ള. ഈ അടുത്തേക്ക് ബർത്ത്ഡേക്ക് കേക്ക് ഒക്കെ കട്ട് ചെയ്തല്ലോ, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആരോ പുള്ളിക്കാരി പറഞ്ഞല്ലോ ഇനി ഇതൊക്കെ നിർത്തി നല്ല രീതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എന്ത് ഫീൽ ചെയ്തപ്പോ? ഓക്കെ, എല്ലാം നിർത്തി, റിവ്യൂ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ നേരെ പഠിച്ചു പുറത്തു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? റിവ്യൂ എന്ന് പറഞ്ഞാൽ അഭിപ്രായമല്ല. അഭിപ്രായം എന്ന് പറയുന്നത് എന്താ വർഷം നമ്മളെ നടന്മാരുടെ വീട്ടുകാരെ അങ്ങനെ വിളിക്കുന്ന സംഭവങ്ങളൊക്കെ വന്നുപോയതൊക്കെ അത് വരണ്ടോ വരാത്ത സംഭവങ്ങളാണ്. ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചാലും തെറിവൊക്കെ വിളിക്കാറുണ്ടോ? കുറച്ചാൾ മുമ്പ് ടർബോന്റെ. അതാണോ ഞാൻ വിളിച്ചപ്പോ എടുക്കാത്ത? ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ എടുക്കുന്നില്ല ആള്, വേറെ ആളാണ് എടുക്കുന്നത്. എന്തോ ഞാൻ തെറിയൊന്നും പറയാനൊന്നും അല്ല. ചെയ്യുന്നുണ്ട്. വിഷമമുണ്ടോ അതിനൊക്കെ? വിഷമമുണ്ട്. പോലീസ് കേസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇതുപോലെ? സാധ്യതയുണ്ട്. എന്തോ ഒപ്പിച്ചിട്ട് ട്രാൻസ്ജെൻഡർ എന്തോ പറയുന്നത്? പീഡിപ്പിച്ചെന്നോ? വെറുതെ പറയുന്നു, പീഡിപ്പിച്ചിട്ടില്ല. ഓക്കെ, പുറത്ത് ന്യൂസ് വരുന്നതിന് മുമ്പ്
പെരേര പറയാണ് ട്രാൻസ്ജെൻഡറിനെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് വരുന്നത്, പക്ഷെ പുള്ളിക്കാരൻ പീഡിപ്പിച്ചിട്ടില്ലല്ലേ? നമ്മ മറ്റേ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തെളിവൊക്കെ നമുക്ക് നമ്മുടെ ഫോണിലുണ്ട്. അവരോട് കോണ്ടാക്ട് ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു കോണ്ടാക്ട് ഇല്ലാതെ അവരങ്ങ് പറയുവാണ് ഒരേ മറ്റേ നമ്മൾ മാത്രമല്ല കുറച്ച് ആൾക്കാരായിട്ട് അതിനകത്ത് അത് പറഞ്ഞാൽ ശരിയാവില്ല. അത് പറഞ്ഞ് ശരിയാകത്തില്ല. വരട്ടെ, എന്തായാലും വരാം. പേപ്പറിലൊക്കെ വരുമെന്നാ പറഞ്ഞത്. നോക്കാം. പേപ്പറിൽ വരും, അപ്പൊ ഫേമസ് ആവും. അപ്പൊ ഇനിയാണ് ഫേമസ് ആവാൻ ഇരിക്കുന്നത്. ഇതൊരു ഫേമസ് അല്ല, അത് മറ്റേ കാലക്കേടാണ് പേപ്പറിലൊക്കെ. ഓക്കെ ഓക്കെ. സിബ്ലിങ്സ് ഒക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അനിയത്തിയുണ്ട്, ആൻമരിയ റോസ് പെരേര. ആൻമരിയ റോസ് പെരേര എന്ത് ചെയ്യുന്നു? ബിടെക്കിന് പഠിക്കണം പഞ്ചാബിൽ. പക്ഷെ ഫോട്ടോയോ അങ്ങനൊന്നും കണ്ടിട്ടില്ലല്ലോ അനിയത്തിയുടെ. പബ്ലിഷ് ചെയ്യണ്ടെന്ന് പബ്ലിഷ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഗുഡ്, നല്ല കാര്യം. ചേച്ചിനെ നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കണം. ചേച്ചി എന്നെ പോലെ അപ്പൊ അത്രയും സുന്ദരിയാണോ? സുന്ദരിയാണോ അത്രയും? അതോ ഞാൻ സുന്ദരിയാണെന്ന് ചോദിച്ചപ്പോ നീ അങ്ങനെ പറഞ്ഞത്? അയ്യോ, നീ അങ്ങനെ നോക്കി പറയല്ലേ, എങ്ങനെ ഇത് നോക്കല്ലേ? ഞാൻ ചോദിച്ചു അനിയത്തി നീ എന്നെ പോലെ ഇരിക്കുന്നതാണ് പറഞ്ഞ അനിയത്തി. ഞാൻ സുന്ദരിയല്ലേ? അതൊക്കെ പറയാൻ എത്ര മടി എന്തുവാ ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പോ കല്യാണ ആലോചന അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ പറയാറുണ്ടോ? വീട്ടിൽ നിന്ന് ഇങ്ങനെ ജോലിയായിട്ട് ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പലർക്കും എന്തെങ്കിലും ഇടാൻ ചാൻസ് ഉണ്ട് അടുത്ത വർഷം. ബിസിനസ് തുടങ്ങാനാണ് പ്ലാൻ. പിന്നെ റിവ്യൂ ഒന്നും കാണത്തില്ലേ? റിവ്യൂ ഒരു വെള്ളിയാഴ്ച ഒരു ദിവസം പറഞ്ഞു. വെള്ളിയാഴ്ച ഒരു ദിവസം ആൾക്കാർ ഓക്കെ ആണെങ്കിൽ പറയണതിന് കുഴപ്പമില്ലല്ലേ? ഓക്കെ. ഒരു ബിസിനസ് എന്ത് ബിസിനസ് ആണ്? ഫുഡിന്റെ ആണോ ഡ്രസ്സിന്റെ ആണോ? ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിന്റെ ലെവലിൽ എത്തിക്കുന്ന രീതിയിൽ. സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനമൊക്കെ ആരായിരിക്കും? ഹണി റോസ് ആയിരിക്കും? ജുവൽ മേരി. ജുവൽ മേരി ഇപ്പോഴേ തിങ്ക് ചെയ്ത് വെച്ചിരിക്കുക. ഒരു ബിസിനസ് തുടങ്ങണം, അതിന്റെ ഉദ്ഘാടനം ജുവൽ മേരി. വാർത്ത കേട്ടായിരുന്നു. അങ്ങനെ കേട്ടു. ഇപ്പൊ ഇന്റർവ്യൂ കാണുമ്പോ പറയാ നോക്കിയിരുന്നു, ജുവൽ മേരി കാണുമ്പോ നോക്കിയിരുന്നു പറയും 50,000 ഒക്കെ. അപ്പൊ ഒരു കൂട്ടി പറയും. ഓക്കെ. അപ്പൊ ജുവൽ മേരി ഫാൻ ആണോ? ജുവൽ മേരി ആയിട്ട് ഞങ്ങളൊരു ഉദ്ഘാടനത്തിന് പങ്കെടുത്തായിരുന്നു. ജുവൽ മേരി ഉദ്ഘാടനം ചെയ്തു, ഞാൻ പാട്ടിടാൻ വേണ്ടി പോയി. പാട്ട് പാടും? ഓക്കെ ഓക്കെ. സ്റ്റേജിൽ അതൊന്നും അങ്ങനെ ഇത് സ്റ്റേജ് എന്തെങ്കിലും വിചാരിക്കുക, കുറച്ചൊരു പാട്ടൊക്കെ പാടുക. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല, ചെറിയായിട്ട് സിനിമ സ്റ്റൈലിൽ പാടും. ചെറുതായിട്ട് സിനിമ സ്റ്റൈലിലൊക്കെ പാടും? അതെന്ത് ചെറുതായിട്ട് സിനിമ സ്റ്റൈൽ? സിനിമയിൽ പാടുന്ന ആ ഫ്ലോയില്, സിനിമയിൽ കേൾക്കുന്ന ആ ഫ്ലോയില്. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ല. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെ സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? സ്കൂൾ ഫ്രണ്ട്സ് കോണ്ടാക്ട് ചെയ്യാറില്ല. എന്നോട് പറഞ്ഞു സാനിയും പെരേര ഒരുമിച്ചാണ് എക്സാം എഴുതിയത്. എക്സാം എഴുതിയ ഒരുമിച്ച് പല പല ബെഞ്ച് ഒരു സ്കൂളിലായിരുന്നു. എന്നിട്ടും എന്തോ സാനി ഇപ്പൊ മൈൻഡ് ചെയ്യുന്നു, കൈ കൊടുത്ത് സംസാരിച്ചതൊക്കെ. സാനി അത് കാണുവാണെങ്കിൽ ഞാൻ മറ്റേ ക്യൂൻ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇതായിട്ട് സംസാരിച്ചാണ്. അപ്പൊ അത് ഫ്രണ്ട്ലി അപ്രോച്ചായിട്ട് ചെയ്തതാണ്. അത് ചാൻസ് ഒക്കെ ചോദിച്ചു ഞാൻ സിനിമയിൽ അവരേക്കാനായിട്ട്. അപ്പോൾ ഡയറക്ടറൊക്കെ പറയണത് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് കണ്ടപ്പോൾ അതാണ് വിഷമം. ഒരുമിച്ച് പഠിച്ചതാണ് സാർ, നമുക്ക് ആർക്കും ഇത് അറിയത്തില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സാനിയുടെ കൂടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാണ്, പല പല ബെഞ്ചിൽ ഇരുന്നാണ് എന്തോ എക്സാം എഴുതിയില്ലേ. പരീക്ഷയ്ക്ക് ഒരുമിച്ച് കണ്ട് വർത്തമാനം പറഞ്ഞു. അപ്പം എന്നിട്ടും സാനി ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് മേ ബി ബിസി ആയിരിക്കും. ബിസി അല്ലേ ഇപ്പം എവിടെ പോലും പുള്ളിക്കാരിക്ക് ഫാൻസും കാര്യങ്ങളൊക്കെ ഇല്ല. നമ്മൾ അങ്ങനെ തൊട്ട് ഇപ്പൊ പെരേരൊക്കെ ഇപ്പൊ ഒറ്റയ്ക്കാണോ വരുന്നത്? ഫ്രണ്ട്സ് ഇല്ല, കാരണം ഫാൻസ് ഉള്ളതുകൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായത്. ബാക്കി എല്ലാ നടിമാരും നമ്മളെ കാണുമ്പോൾ ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. ബാക്കി നടിമാർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ ഫോട്ടോസ് നോക്കുമ്പോൾ അറിയാം. സെലിബ്രിറ്റീസിനോട് എടുക്കുന്നുണ്ടല്ലോ. എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 22,000. 22,000. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഒക്കെ വരും, ഫാനാണ്? ഇൻസ്റ്റയിലപ്പോൾ 2 ആർട്ടിസ്റ്റ് മാത്രമേ ചില സമയത്ത് മെസ്സേജ് അയക്കുള്ളൂ. നമ്മുടെ അമിത് ചക്കാലക്കൽ, പിന്നെ ഷാഹിൻ സിദ്ദിഖ്, അവരൊക്കെ പണ്ട്. ഇൻസ്റ്റയിൽ ഇപ്പോൾ കമന്റ്സ് ഒക്കെ വരുമ്പോൾ അത് റിയാക്ട് ചെയ്യാറുണ്ടോ? റിപ്ലൈ കൊടുക്കാറുണ്ടോ? ജെനുവിനാണെന്ന് നോക്കിയിട്ട് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെയല്ല, കമന്റ്സ് ഇപ്പൊ കാണുമ്പോൾ ബാഡ് വരുമല്ലോ. ഞാനിപ്പോ വായിക്കണ്ട, എനിക്ക് വായിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ വായിക്കുന്നില്ല. അപ്പൊ അത് കാണുമ്പോഴത്തേക്കും അങ്ങനെ എന്തെങ്കിലും തിരിച്ച് പറയണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ചിലതിന് നമ്മൾ മറുപടി കൊടുക്കാറുണ്ട്. താങ്കൾ ഏത് പടത്തിലൊക്കെയാണ് അഭിനയിച്ചെന്ന് വെച്ചുമ്പോ അഭിനയിച്ച പടങ്ങളെ ലിസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ഇതൊന്നും കണ്ടില്ലല്ലോ. മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സിലുണ്ടോ? മഞ്ഞുമൽ ബോയ്സിൽ എവിടെ ഒരു പാട്ട് സീനിൽ പറയുന്നുണ്ട്. ആണോ? ഞാൻ കണ്ടില്ല. ഞാൻ മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററിൽ പോയിരുന്നു കണ്ട മൂവിയാ. മഞ്ഞുമൽ ബോയ്സിൽ ഉണ്ടെന്ന്. വേറെ ഇതില് ആർഡിഎക്സോ? ഓക്കെ. എന്തോ ഇതായിരുന്നു? ക്രൗഡിൽ അത്യാവശ്യം ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന ഒരു വേഷം.
അപ്പൊ അതിനൊക്കെ പേയ്മെന്റ് കിട്ടാറുണ്ടോ? ഇപ്പൊ ഞാൻ ക്രൗഡായിട്ട് പോകാറില്ല. ആ സമയത്ത് 500 രൂപ വെച്ച് കിട്ടാറുണ്ട്. പോവാറില്ല. ഓക്കെ. ഇപ്പൊ ഡയറക്റ്റുള്ള കോളാണ്, ഡയറക്ടർ വിളിക്കും. ഓ സീൻ തന്നെ. ഇപ്പൊ ആരായിപ്പോ? ഞാൻ സമ്മർക്ക് വിളിച്ചിട്ട് ചെയ്തായിരുന്നു ഒരു പടം. ഓക്കെ. അപ്പൊ മൂവിയിലൊക്കെ ഇപ്പൊ വരാറുണ്ടോ? ചാൻസ് വരാറുണ്ടോ? ഉണ്ടല്ലോ, ഇപ്പൊ ഓണത്തിന് റിലീസാണ് ഡയലോഗുള്ള സിനിമ. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഒരു മൂവി ആക്ടറിന്റെ കൂടെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. പെരേര ഇപ്പം ഒരു മൂവിയിൽ ആക്ട് ചെയ്തു, ഓണത്തിന് ഇറങ്ങുമല്ലേ? ഓണത്തിന് ഇറങ്ങും. അപ്പൊ കളിയാക്കിയവരൊക്കെ മൂവിലൊക്കെ കാണിച്ചു കൊടുക്കാം. അതൊരു അവാർഡിന് പരിഗണിക്കേണ്ട ഒരു കഥാപാത്രമാണ്. അവാർഡ് കിട്ടും എന്നുള്ള കഥാപാത്രമാണെന്നാണ് പറയുന്നത്. കോമഡി നടനുള്ള അവാർഡ്. കോമഡി നടനുള്ള അവാർഡ്. ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും ബെസ്റ്റ് വിഷസ്. അതൊക്കെ അടിപൊളിയായിട്ട് ഞാൻ ഇപ്പോഴും അറിയുന്ന മൂവിയിൽ അഭിനയിച്ചു, അത് ഓണത്തിന് റിലീസ് ചെയ്യും. അപ്പം ഇങ്ങനിപ്പം ആൾക്കാർക്ക് ഒരു കമന്റ് വരുമല്ലോ, ഇവനൊക്കെ ആരാ, ഇന്റർവ്യൂ വരുമ്പോൾ തന്നെ വരും ഇവരൊക്കെ ആരാ അവരൊക്കെ. പക്ഷെ അവർക്ക് അറിയാം, എന്നാലും അവർ ചോദിക്കും ഇവരൊക്കെ ആരാ. അപ്പൊ ഇനി പറയാം ഞാൻ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട് അത് അങ്ങനെ പറയല്ലേ. ഓക്കെ. അതില് മെയിൻ ആക്ടറൊക്കെ ആരാ മൂവിയില്? എന്റെ കൂടെ കുറെ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഇരിക്കണല്ല, കഥാപാത്രത്തിനകത്തെ ഞാനായിട്ട് ഞാൻ അലിൻ ജോസ് പെരേരായിട്ട് തന്നെ നിൽക്കണം അതിനകത്ത്. റിവ്യൂ ഒരു സംഭവമാണ്. അപ്പൊ എന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ടിനി ടോം ഉണ്ട്. പിന്നെ ആൻസൽ ഉണ്ട്, സെന്തിൽ രാജാമണി, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ റിവ്യൂ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. അങ്ങ് പൊങ്ങി. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇനി സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആവോ? അതൊക്കെ ജനങ്ങൾ വിധി ചെയ്തട്ടെ. ജനങ്ങൾ സെപ്റ്റംബറിൽ വിധി ചെയ്തു. ഓ, സെപ്റ്റംബറില് പെരേരയുടെ മൂവി ഇറങ്ങുവാണ്. അപ്പം അന്ന് ആര് റിവ്യൂ എടുക്കും? അന്ന് പോയിട്ട് അന്നത്തെ മൂവി ഇറങ്ങുമ്പോൾ അന്ന് ആര് റിവ്യൂ എടുക്കും പോയി? അന്ന് ഞാൻ റിവ്യൂ പറയത്തില്ല. ആർട്ടണൻ പറയോ? ആർട്ടണൻ പറയോ റിവ്യൂ? ആർട്ടണനും പറയില്ല, പക്ഷെ കാരണം പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഓ സീൻ. ഓക്കെ ഓക്കെ, ഇപ്പോഴാണ് മനസ്സിലായി. ആറട്ടണനും പെരേരയും കൂടെ അഭിനയിച്ച മൂവിയാണ്. അപ്പൊ രണ്ടുപേരും ആ തിയേറ്ററിൽ റിവ്യൂ പറയത്തില്ല, അവരിങ്ങനെ പോവും. പക്ഷെ അവർ റിവ്യൂ പറയത്തില്ല. നിങ്ങളാണ് അപ്പൊ റിവ്യൂ അത് പറയണ്ടേ. ഞാൻ അങ്ങനെ പറയും, ഞാൻ അഭിനയിച്ചുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ലെന്നു അങ്ങനെ ഒരു രീതി പറഞ്ഞിട്ട്. നടന്മാരൊക്കെ അങ്ങനെ പറയണേ, ഞാൻ അഭിനയിച്ചുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങൾ പറയുക കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ. ഇപ്പൊ ഞാനും മൂവി പോയി കാണാം, എൻ്റെ താരം റിവ്യൂ ചോദിക്കുക. എൻ്റെ താരം റിവ്യൂ ഒന്നും ചോദിക്കാറില്ല കേട്ടോ. എൻ്റെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയും. അഭിനയിക്കാനൊക്കെ കഴിവുണ്ടല്ലോ, എനിക്ക് അങ്ങനത്തെ കഴിവൊന്നുമില്ല. അങ്ങനത്തെ കഴിവുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ആൾക്കാർ തിരിച്ചറിയും അല്ലേ. അപ്പം ഈ ഒരു റീൽസിൽ നിന്നൊക്കെ മൂവി കാണുമ്പോഴത്തേക്കോ ഇത്രയും അഭിനയിക്കുന്നത് നല്ല ക്യാരക്ടർ, ഇമോഷണൽ ക്യാരക്ടർ ആണോ, ഫണ്ണി ക്യാരക്ടർ ആണോ? ഫണ്ണാണ്. അപ്പൊ ഫണ്ണാണ്. അപ്പൊ ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് പുള്ളി ഇപ്പൊ ചെയ്യുന്നത് തന്നെ ഒരു നേരെ സ്ക്രീനിലേക്ക്. അപ്പൊ ആ മൂവി ചെയ്യുന്ന സാധനം നടന്മാരുടെ കൂടെ ചെയ്യുന്നു. ഓക്കെ. മെയിൻ നടനൊരു ആരാ? സർപ്രൈസ് ആണോ? സർപ്രൈസ് ആണ് കേട്ടോ, അത് സർപ്രൈസ് ആണ്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ ആ മൂവി ഇറങ്ങുമ്പോഴും ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂവിന് വിളിക്കാം. അത് പോലെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂവിയുടെ നെയിം ഒന്നും പറഞ്ഞിട്ടില്ല, സെപ്റ്റംബറിൽ ഇറങ്ങുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്കത് കാണാല്ലേ എന്തായാലും. പിന്നെ പാട്ട് പാടുന്ന ഒരു പാട്ട് പാടുമോ? എനിക്ക് വേണ്ടി എന്നെ കണ്ടിട്ട് ഒരു പാട്ട് പാടാം. ഒന്നും വരുന്നില്ല, നിന്നെ കണ്ടത് പാട്ടൊന്നും വരുന്നില്ലേ? എന്നെ പോലെയാണ് ചേച്ചി എന്നൊക്കെ അല്ലയോ പറഞ്ഞു, ചേച്ചിയെ കാണാൻ എന്നെ പോലെ എന്നൊക്കെ അല്ലയോ പറഞ്ഞു. അപ്പൊ ഞാൻ സുന്ദരിയാണെന്നല്ലേ പറഞ്ഞു. ഓക്കെ, അപ്പം ഇനി സുന്ദരി കുട്ടിക്ക് പഠിക്കും. എനിക്ക് പാടാനൊരു പാട്ടിനുണ്ടൊരു പെണ്ണ്, എനിക്ക് കൂട്ടാനൊരു കൂട്ടിനുണ്ടൊരു പെണ്ണ്, കിളിയാമ്പലപ്പയ തേകി വന്നത് കണ്ടാൽ കിളി കണ്ടാൽ തുണയല്ലേ ചിരിപ്പെണ്ണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇട്ട് തന്നേനെ. എനിക്ക് പാട്ടൊന്നും പാടാതെ എന്നോടൊന്നും പറയല്ലേ പാട്ട് പാടാനൊന്നും. കൊള്ളാം. അപ്പൊ ഇങ്ങനെ പാട്ട് പാടുന്ന കാര്യം വിളിച്ചിട്ടുണ്ടോ? സ്റ്റേജിലൊക്കെ പോവല്ലേ പാട്ട്? സ്റ്റേജിൽ പോകാറുണ്ട്, മൂവിയിൽ സിംഗ് ചെയ്യണമെന്നുണ്ട്. മൂവിയിൽ സിംഗ് ചെയ്യണം. ഈ പാട്ട് എല്ലാവരും കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേട്ടിട്ട് മൂവിയിൽ പാടാൻ ഒരു ചാൻസ് കൊടുക്കുക, പുള്ളി കഴിവുണ്ട് എന്ന് അല്ലേ? പാടാൻ ആഗ്രഹമുണ്ട് പുള്ളിക്ക്. വിനീത് ശ്രീനിവാസനെ ഭയങ്കര ഇഷ്ടമാണോ? അദ്ദേഹത്തിനെ പോലെയൊക്കെ ഒരു വിനീത് ശ്രീനിവാസനെ ഭയങ്കര ഇഷ്ടമാണ്. വിനീത് ശ്രീനിവാസനെ പോലത്തെ പോയി കഴിഞ്ഞാൽ കിട്ടൂല, അതുകൊണ്ട് ഞാൻ പോവാൻ. ഐഡി സ്റ്റാർസിംഗിൽ പോയി കിട്ടത്തില്ല, അന്ന് പോയവരെ അറിയാൻ പറ്റി കിട്ടൂല്ലെന്ന്. കുറെ പേരെ പോലെയാണോ? നമ്മളിങ്ങനെ പോയി നോക്കണം, കിട്ടിയില്ലെങ്കിൽ ഓക്കെ, നമ്മൾ പോയി പാടി നോക്കണം. സിനിമ പാട്ട് പതിവ് സ്റ്റാർസിംഗിൽ സിനിമ പാട്ടല്ലേ പാടുന്നത്. ഇപ്പം ഏറ്റവും ഇപ്പൊ ഇഷ്ടം ശ്രുതി പോരാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഏറ്റവും ഇപ്പൊ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ?
ഇപ്പൊ ഡാൻസ് കളിച്ച് പാടുമല്ലോ, ഇരുന്ന് ഡാൻസ് കളിച്ച് പാട്ട് പാടാൻ പറ്റുമെന്നെങ്കിലും? ഇപ്പൊ ഡാൻസ് കളിക്കുമല്ലോ, ഡാൻസ് കളിച്ച് പാട്ട് പാടത്തില്ല. അന്ന് സാനിയ എന്തൊക്കെയോ പറഞ്ഞൊരു പാട്ട് പാടിയില്ലേ? അന്നൊരു പാട്ട് പാടിയില്ലേ, സാനിയ പറഞ്ഞ നിർത്താം, അങ്ങനെ എന്തോ പാട്ട് പാടിയില്ലേ? റീലി കണ്ടില്ലേ? അത് പാടണ്ട, അതുപോലെ എന്തെങ്കിലും ഒരു പാട്ട് അത് സ്വന്തമായിട്ട് ക്രിയേറ്റീവ് ഉണ്ടിട്ട് പാടിയില്ലേ? അത് ക്രിയേറ്റീവായിട്ടൊരു പാട്ട് പാടാണ് ഞാൻ പറഞ്ഞു, സ്വന്തമായിട്ട്. ഓക്കെ, എനിക്ക് വേണ്ടി എന്തെങ്കിലും അന്ന് ക്രിയേറ്റീവായിട്ട് ഞാൻ അതാണ് ചോദിച്ചത്. അങ്ങനത്തെ എന്തെങ്കിലും ദിലീപ് ഏട്ടനെ പറ്റി. ഓക്കെ, ദിലീപ് ഏട്ടനെ പറ്റി ഒരുപാട്. മന്ദഹാസം ചുണ്ടി നൽകാൻ വന്നവനാണീ സൂപ്പർ താരം, കുട്ടികൾക്കും വീട്ടുകാർക്കും ഇഷ്ടമോടെ വന്ന താരം, പല 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 വേഷം കിട്ടി തലങ്ങും വിലങ്ങും മിമിക്രി കാട്ടി സിനിമാ നടനായ താരം, തിളങ്ങി നിന്ന സ്റ്റാറുകളെ ചിരിമുറുതി കടത്തിവെട്ടി ജനപ്രിയനായ താരം. കഴിഞ്ഞോ? താങ്ക് യു, കൊള്ളാം. ഇപ്പം മൂവിയിൽ പോയിട്ട് ഇതുപോലെ പാടണമെന്നുണ്ടല്ലേ? മൂവിയിൽ ഇപ്പൊ ദിലീപ് ഏട്ടന് വേണ്ടി പാടിയതാണ്. അപ്പൊ ഇതുപോലെ ആര് വിളിച്ചാ നാദർശയ്ക്ക് വിളിച്ചാൽ കൊള്ളാന്നാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനത്തെ പാട്ട് വേണമെങ്കിൽ ദിലീപിന്റെ മൂവിൽ സജസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. പുള്ളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ദിലീപ് ഏട്ടന് പറയുന്നത് കൊള്ളാൻ, കുഴപ്പമൊന്നും. ദിലീപേട്ടൻ അനിയനൊരു ദിവസം കണ്ടപ്പോ മിമിക്രി ചെയ്യാന്ന് പറയണ്ടേ ദിവസം. എന്റെ പേര് മിമിക്രി വൈറലായിരുന്നു ദിലീപേട്ടന്റെ. അപ്പൊ അത് ദിലീപേട്ടന്റെ മുന്നിൽ വെച്ച് ചെയ്യാന്നൊരു. ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ ആയാലും ഇത് കണ്ടിട്ട് ആയാലും വിളിച്ചാ നല്ലത്. ഓക്കെ, ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ ആരെങ്കിലും പാട്ട് പാടാൻ വിളിക്കട്ടെ, കഴിവുകൾക്കൊക്കെ പുറത്ത് ആൾക്കാരൊക്കെ അറിയട്ടെ, കാണട്ടെ എന്നൊക്കെ ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോ അച്ഛൻ, ചേച്ചി, അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അമ്മ ടീച്ചറാണ്. അപ്പൊ അമ്മ സ്കൂളിലൊക്കെ പോകുമ്പോഴൊന്നും ചോദിക്കാറില്ലേ ആൾക്കാര്? ഒന്നും ചോദിക്കത്തില്ല, എന്താ? അത് അവരുടെ ലൈഫ്. അല്ല, മോനാണ് ഇങ്ങനെ. മോൻ വേറെ, ഞാൻ വേറെ. മോന്റെ ലൈഫ് വേറെ, എന്റെ ജീവിതം വേറെ. മോന്റെ അവന്റെ പാഷൻ, അവന്റെ ഫീൽഡ് ഫിലിം. മൂവിയിൽ ഇപ്പൊ കേറുവാണെങ്കിൽ ആരോട് അഭിനയിക്കാനാണ് ആഗ്രഹം? മൂവിയിൽ കേറുവാണെങ്കിൽ ആരോട് അഭിനയിക്കാനാണ് താല്പര്യം? ബേബി നയൻതാര. ബേബി നയൻതാര ഭയങ്കര ഇഷ്ടമാണോ? എന്തോ ക്രഷാണോ? ചെറിയൊരു ആരാധന. ക്രഷല്ല, ഇപ്പൊ ക്രഷൊന്നും ഇല്ല. ക്രഷ് ഇല്ല. അപ്പൊ ഇതുവരെയും ക്രഷ് ഉണ്ടായിട്ടില്ല. ക്രഷ് ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ലാത്തോണ്ട് ഞാൻ പറയാനില്ല. റീസൺ ക്രഷ് അപ്പൊ ആരാ? ലാസ്റ്റ് ഇപ്പൊ ആരെങ്കിലും തിയേറ്ററിലോ എവിടെയെങ്കിലും കണ്ടിട്ട് ഇപ്പൊ ക്രഷ് അടിച്ചതൊക്കെ ആരാ? ഹണി റോസ്. ഓ, പെരേര ക്രഷ് ഇപ്പൊ ഹണി റോസ് ആണ്. എന്തുകൊണ്ടാണ് ഹണി റോസിന് ക്രഷ് ആവാൻ റീസൺ? എന്തുവാ? ഉദ്ഘാടനം ഉള്ളതുകൊണ്ടാണ് ക്രഷായെന്നാണ്. നാണം വരുന്ന എന്തിനാ? വേറൊന്നുമില്ല, ശരിക്കും അതല്ലേ ഉദ്ഘാടനം കണ്ടിട്ടാണ് ക്രഷ് തോന്നിയത്. ഞാൻ അതിന്റെ കേൾക്കുന്നു ഒരാളുടെ ഉദ്ഘാടനം. ഓക്കെ, ഇവരൊക്കെ ഉദ്ഘാടനം കണ്ടിട്ടാണ് ക്രഷ് അടിച്ചത്. അതെന്തോ ഉദ്ഘാടനം ചെയ്യുമ്പോ ക്രഷ് അടിക്കും? ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത് ഇതൊക്കെ. ഉദ്ഘാടനം ചെയ്യുമ്പോ ഒരു ലുക്ക്, ചിരി, എന്നിട്ട് ചിരി, ഇതാണ് ഹൈലൈറ്റ്. ഓക്കെ, ലിച്ചിൻ ക്രഷ് ആണല്ലേ? ഇത് രണ്ടുപേരും ഉദ്ഘാടനം ചെയ്യുന്നോണ്ടാണ് ക്രഷ് എല്ലാവർക്കും കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ആൾക്ക് റീസൺ. നേരിട്ട് കണ്ടപ്പോ ക്രഷ് എന്ന് പറഞ്ഞായിരുന്നു. ഭയഭക്തിയോടെ മാറി നിന്നു. ഓക്കെ. ഹായ് മാഡം എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ. ഹായ് മാഡം എന്ന് പറയും അത്രേ ഉള്ളൂ. സെൽഫി എടുക്കും അത്രേ ഉള്ളൂ. സെൽഫി എടുത്തായിരുന്നു? മറ്റേ ഹണി റോസായിട്ട് ഇന്നലെ എടുത്തായിരുന്നു സെൽഫി എടുത്തായിരുന്നോ? അപ്പൊ കണ്ടപ്പോ എന്ത് തോന്നി? ഹണി റോസിനെ കണ്ടപ്പോ നമ്മള് ആരാധിച്ച ഒരാള് നേരിട്ട് കണ്ടപ്പോ ഒരു സന്തോഷം. ക്രഷിന് നമ്മളിപ്പോ ബോഡിഗാർഡുമാരൊക്കെ തടഞ്ഞാലും സെൽഫി എടുക്കാൻ വേണ്ടി, പക്ഷേ എടുത്ത് അങ്ങനെ ആരെ പേര് ആരാ സെൽഫി ഒക്കെ എടുക്കത്തില്ലേ? ഓക്കെ. അപ്പം ഇതുപോലെ സെൽഫി എടുക്കാൻ പോയിട്ട് തടഞ്ഞു മാറ്റി നിർത്തി ആരായിരുന്നു? സാനിയോ. അയ്യോ, അത് ഭയങ്കര വിഷമമാണ്. അതാ പറയുന്നത്. സാനിയപ്പം കൂടെ എക്സാമിനൊക്കെ കണ്ടത്. ഓട്ടോഗ്രാഫ് തന്നില്ലേ? പണ്ട് ക്യൂൻ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, പഠിച്ച ആ സമയത്ത് ഞാൻ മേടിച്ച ഓട്ടോഗ്രാഫൊക്കെ മേടിച്ച കൈയൊക്കെ കൊടുത്ത്. ഇപ്പൊ സെലിബ്രിറ്റി ലെവൽ അവളായിരിക്കും ഒരേപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടൊരു അസൂയ അത്രേ ഉള്ളൂ അത് കാണിച്ചാല്. പോട്ട്, കുഴപ്പമില്ല. ഒരു അടുത്ത സിനിമ ഇറങ്ങുമ്പം മേ ബി ഒന്ന് സംസാരിക്കുമായിരിക്കും അല്ലേ? നമ്മൾ മാറ്റി നിർത്തിയ ആൾക്കാര് നമുക്ക് ഒരു നല്ല സമയം വരുമ്പം
നമ്മളെ കൂടെ അവര് വരും, അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ഞാനൊരു സിനിമ വിളിച്ചാൽ അവളെ വിളിക്കൂല എന്തായാലും. ഞാനോട് സിനിമയില് ക്യാരക്ടറിൽ അവളെ വെക്കാനായിട്ട് സജസ്റ്റ് ചെയ്താ നോ എന്ന് പറയും. നോന്ന് പറയൂ. കാരണം അത്രയും ഇതാക്കിയതാണല്ലോ, ഒരു റിപ്ലൈ തന്നില്ലല്ലോ. പറയുന്നത് വെച്ചാൽ ഇനി അടുത്ത മൂവിയിൽ സാനിയെ സജസ്റ്റ് ചെയ്താലും പെരേര നോ പറയുന്ന അഭിനയിക്കാൻ താല്പര്യമില്ല, കാരണം അകറ്റി നിർത്തിയോണ്ടാണ്. ഒരു സമയത്ത് റിപ്ലൈ പറഞ്ഞില്ല, തിരിച്ചൊരു മറുപടി വന്നില്ല, അത്രയും വിവാദമായിട്ട് ഒന്നും മറുപടി പറഞ്ഞില്ലല്ലോ. ഒരു സമയത്ത് സാനിയെ അകറ്റി നിർത്തിയോണ്ട് ഇനി എന്തോ ഒരു മൂവിയിൽ സജസ്റ്റ് ചെയ്താൽ ആ ഒരു വീഡിയോ വൈറലായല്ല, മൈൻഡ് ചെയ്ത പോയത്. അതിനെപ്പറ്റി ഒരു വാക്ക് ഒരു വേദിയിൽ ഇപ്പൊ സംസാരിച്ചില്ല, പിന്നെ ആരട്ടണനും മൈൻഡ് ചെയ്തില്ല. ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? മറ്റേ പുള്ളി സാനിയ ആരാണ് മൈൻഡ് ചെയ്യൂല കണ്ടു കഴിഞ്ഞാൽ. അല്ല, ആർട്ടനും ചേട്ടനും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ നിങ്ങൾ ഒരുമിച്ചാണോ റിവ്യൂ ഒക്കെ എടുക്കാൻ പോകുന്നത്? അപ്പൊ ആർക്കാണ് ഫാൻ ബേസ് എന്ന് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ തെറി വിളിക്കാൻ തോന്നിയിട്ടുണ്ടോ? അങ്ങ് പറയൂ. എനിക്ക് അത് ഞാൻ ചോദിച്ചത് എന്തുവാ, ആർട്ടനാണോ പെരേരയ്ക്കാണോ ഏറ്റവും കൂടുതൽ തെറി വിളിച്ചപ്പോൾ അത് എനിക്ക് അതെന്നാണ് അങ്ങ് അഭിമാനത്തോടെ പറയാം, എനിക്ക് ആ തെറി വിളി കൂടുതൽ കിട്ടുന്നത്. അപ്പൊ വിഷമം തോന്നിയിട്ടില്ല? ആൾക്കാർ തെറി വിളിക്കുമ്പോഴും ആൾക്കാർ പുറത്ത് പോകുമ്പോൾ വല്ലതും പറയുമ്പോഴും എന്തുവാടെന്നൊക്കെ ചോദിച്ചാൽ തെറി ഞാൻ പറയുന്നില്ല, അറിയാലോ ആ വേർഡൊക്കെ, അതൊക്കെ വിഷമം വരാറില്ല? വിഷമം നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്, വിഷമം ഇല്ല. എന്താ ഇതൊക്കെയാണ് കേൾക്കേണ്ടത്? ഇതൊക്കെ കേട്ട് എന്തിനു വിഷമം പെരേര പറയാം? കാരണം എനിക്ക് നല്ല പൈസ കിട്ടുന്നുണ്ടല്ലേ, ഷോർട്ട് ഫിലിം ഇതുപോലെ പ്രൊമോഷനൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആര് പെരേര പുറകെ പോയി തെറി വിളിച്ചാലും ആക്ഷേപിച്ചാലും പുള്ളി കുഴപ്പമില്ല, കാരണം പുള്ളി നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ടല്ലേ. ബാക്കിയുള്ളവരൊന്നും ഏൺ ചെയ്യാതെ ജോലിക്കും കുലിക്കും പോകാതെയാണ് പെരേരെ കുറ്റം പറയുന്നത്. പക്ഷേ കൂടെ നിൽക്കുന്നവർക്കും സാലറി കൊടുക്കാറുണ്ട്. സാലറി കൊടുക്കാറുണ്ട്. വന്നപ്പോഴത്തേക്ക് 3-4 ആൾക്കാരുമായിട്ടാണ് കൂടെ വന്നത് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ എന്തുവാ ഇത്രയും ആൾക്കാർ. ഞാൻ ചോദിച്ചാൽ ആരാ സംസാരിച്ചത്? ഞാനാ പെരേരയല്ല സംസാരിച്ചത്, ഞാനാ സംസാരിച്ചത്, വേറെ പുള്ളിക്കാര്. അപ്പൊ അവർക്കും സാലറി കൊടുക്കാറുണ്ട്. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ജോലി ഡെയിലി പേയ്മെന്റ്. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ജോലി ഒന്നും നിൽക്കാതെ, അവർക്കൊന്ന് വേക്കൻസി ഉണ്ട് കൂടെ നടക്കാനായിട്ട്. ശരിക്കും ചോദിച്ചു, ജോലി ഇല്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കൊച്ചിയിലൊക്കെ. അവർക്ക് കുറച്ച് വേക്കൻസി ഉണ്ട് ഇങ്ങനെ കൂടെ നടത്താൻ. ഡെയിലി പേയ്മെന്റ് എത്രയാ ഡെയിലി പേയ്മെന്റ്? 10,000 ഓ അത് മതി ഒരു ദിവസത്തേക്ക് അല്ലേ? വേക്കൻസി ഉണ്ട്, ഫ്രണ്ട്സിനടുത്ത് പറയാം. ഓക്കെ. ഞാനൊരു പാവം കേട്ടോ. ഞാൻ ഇങ്ങനെയല്ല കേട്ടോ നമ്മൾ തോട്ട് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ കാണുമ്പോഴത്തേക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത് എന്തുവാ വേറെ. അപ്പോൾ ആള് ഒരു പാവമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, വന്നതിൽ ഭയങ്കര സന്തോഷം, ഇന്റർവ്യൂ തന്നതിൽ സന്തോഷം. ഇനി അടുത്ത മൂവിയുടെ ഒരു ഇന്റർവ്യൂവിന് എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ, ലക്കി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ.